ഹേ ഗൈസ്, വെൽക്കം അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം നട്ടപ്പാതിര 12:55. ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി കുറ്റിയാട്ടിൽ നിന്ന് ചുരത്തിലേക്ക് വന്നതാണ്. ഞങ്ങളിതാ 4 പേരാണുള്ളത്. നമുക്കൊരു കാര്യം തരാം. വിട്ടാലോ? എങ്ങോട്ട്? മൈൻഡ് ശരിയില്ല, പോവാ. എങ്ങോട്ട് പോകണം? നമുക്ക് എങ്ങോട്ടാ പോവാ? മൈസൂർ വിട്ടാലോ? പോവാം. സമയമൊന്നും നോക്കണ്ട, പോവാം. സമയം പ്രശ്നമില്ല, പക്ഷേ കോസ്റ്റ്യൂമാണ് പ്രശ്നം. അത് നോക്കണ്ട, പോവാം. കോലം നോക്കണവൻ്റെ ഈ കോലത്തിൽ എന്തിരിക്കണ, പോവാം. മൈസൂരിന് അവരുടെ വാർക്കപ്പണിക്കുന്ന ബംഗാൾ നഗരിൽ അവർ കൊണ്ടുപോകാം. പോവാം നമ്മള്. പിന്നെ പണ്ടേ സ്റ്റാൻഡേർഡാണ്. നമ്മൾ രണ്ടുപേരും നമുക്ക് മറിക്കാം. വണ്ടി ഇടറാ. ഇപ്പൊ ഗൈസ്, ഇപ്പൊ നാളെ മൈസൂരിൽ നിന്ന് കാണാം. ആരെയും വിളിച്ച് ഫണ്ട് മറിക്ക്. ഫണ്ടർ ഇതാണ് ഗൈസ് നമ്മളെ ഫണ്ടർ. ഇത് നടക്കൂടെ ഈ പാതിരാത്രിക്ക്? തെറി കേട്ടില്ലെങ്കിൽ ഭാഗ്യം. കോള് പോണില്ല ഗൈസ്, കട്ട് ചെയ്ത് വിളിച്ചോളാം. ഫണ്ടറെ വാക്കും കേട്ട് ഇറങ്ങിയാണ്. ഹലോ അച്ചുട്ടാ, ഉറങ്ങിയടാ? എടാ, ഒരു ചായ കുടിക്കാൻ വേണ്ടി ചുരത്തിൽ വന്നേരോ. പെട്ടെന്നൊരു പൂതി, ഇന്ന് മൈസൂർ വരെ പോയി. ആ, ഒരു 10,000 രൂപ ഗൂഗിൾ പേ തരുമോ? ചക്കര ഗൈസ്, അങ്ങനെ ഞങ്ങൾ വയനാട് എത്തി. ഇപ്പോൾ ഒരു കട കണ്ടപ്പോൾ വെള്ളം വേണ്ടി നിർത്തിയാണ്. വരുന്ന വയ്ക്കാൻ വെള്ളമൊക്കെ വേണ്ടി നോക്കിയപ്പോൾ ഒരു കടയും തുറന്നിട്ടില്ല. ഇവൻ്റെ വായൊക്കെ എന്താ പറയുക, സംസാരിച്ച് തൊണ്ട പറ്റിയിട്ട് വെള്ളം വാങ്ങി കൊടുക്കുകയാണ്. ഇവൻ്റെ കഴപ്പ് കാരണം വണ്ടി ഓടിച്ച് ടയേർഡായി. ഒറ്റ മൈൻഡിന് വന്നതല്ലേ? ഒറ്റ മൈൻഡിന് വന്നതാവും. വരണ്ടായിരുന്നു ഗൈസ്. ഇനി എത്ര ദൂരം താണ്ടാൻ കിടക്കുന്നു. എല്ലാം ഒറ്റ മൈൻഡ് പറഞ്ഞ വണ്ടി ഓടിച്ച് തന്നതിന് കുഴപ്പമുണ്ടായിരുന്നില്ല ഗൈസ്. കുടി ഗൈസ്, അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് കയറി. ഇനി 16 കിലോമീറ്റർ ഫുള്ള് ഫോറസ്റ്റ് തന്നെയാണ്. ഗൈസ്, ഓരോ യാത്രകളിലാണ് ഓരോ ഗായകന്മാര് ഉണരുന്നത്. അങ്ങനെ ഈ വീഡിയോയിലും യാത്രകളിൽ ഓരോ ഗായകന്മാർ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് അപ്പം തുടങ്ങല്ലേ? അങ്ങനെ ഞങ്ങള് ഏതൊരു സ്ഥലമാണ്, സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നെ വണ്ടി ഓടിച്ച് എല്ലാവരും ക്ഷീണിച്ചപ്പം എല്ലാവരും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ. ചായക്കട കണ്ടത്. ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചായ തന്നെ എടുത്ത് തരുമോന്ന് ആരോടും. ആകെ ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞ അണ്ണ 2 ടീ, അത് മാത്രം അറിയാം. അത് പറഞ്ഞ് ഞങ്ങൾ ഇപ്പൊ നോക്കിയോ കേറും. ഞങ്ങൾ മിക്കവാറും എന്തെങ്കിലും പറഞ്ഞ് തള്ളി മേടിക്കും. ഇതാണ് കടേന് മുന്നിലുള്ള വ്യൂ. കാണാൻ നല്ല രസമുണ്ടല്ലോടാ. നല്ല ചെറിയൊരു ഫോഗും ഈ ലൈറ്റും കാണാൻ നല്ല രസമുണ്ട്. അവരെന്താണ് ചായക്ക് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ്. വടാ, ചായ കുടിക്കാം. അങ്ങനെ ചായ കുടിയാണ്. നല്ല പോത്ത് പോലെ കിടന്നുറങ്ങി എണീറ്റ് ചായ കുടിക്കുന്ന ചെക്കനെയാണ് നമ്മൾ കാണുന്നത്. ഉറങ്ങിക്കൊണ്ട് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കിയാൽ ഇതുപോലെ ഉണ്ടാവും. ഇതുപോലൊരു ചായ കുടിക്കാൻ വേണ്ടി എന്താ
കുറ്റ്യാടി ചുരത്തിന്റെ മേളിൽ വന്നോ ചായ കുടിച്ചിട്ടാ കർണാടകയിൽ വരെ ഒന്ന് ചായ കുടിച്ചു. ഇനി കുറച്ച് ചായ കുടിക്കാൻ വേണ്ടി കർണാടക വന്നു. മൈസൂര്, ബാംഗ്ലൂർ, മൈസൂർ ടു ബാംഗ്ലൂർ. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ചായയും തരൂല വെള്ളവും തരൂല. ഗൈസ് അങ്ങനെ ഞങ്ങളെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് എൻ്റെ ഒരു പെണ്ണിനെ കണ്ടോ ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് ഇറക്കിയതാ. കുറ്റിയാടിക്ക് വിടണോ ബാംഗ്ലൂർക്ക് ഉണ്ടോ? ഇവിടെ വന്നിട്ട് പെണ്ണ് കിട്ടിയില്ല എന്ന് ആരും പറയണ്ട. പിന്നെ നമ്മള് നാട്ടിലെപ്പോ എവിടെ ചെന്നാലും ഈ ക്രീമിന് നിന്നിട്ടുള്ള പരിപാടി ചായ ക്രീം മറ്റേ അഭിലാഷ് പ്ലവള്ളി പറഞ്ഞല്ലേ ഗൈസ് ഞങ്ങൾ ക്രീമന് കഴിക്കുകയാണ് ഗൈസ്. പിന്നെ തിന്നാൻ വേണ്ടി മൈസൂരൊക്കെ വന്നു. എന്റെ വിഷമം മാറി. ഒരു പെണ്ണിനെ കൂട്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കഴിച്ചിട്ട് ഞങ്ങൾക്കൊരു 100 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. സമയം എന്ന് പറഞ്ഞാൽ സമയം 3:56. ഇനിയിപ്പം ഒരു 5 മണി 6 മണി 7 മണി എവിടെയെങ്കിലും ചെന്നൊന്ന് കണ്ണം ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ട് നമുക്ക് മൈസൂരിൽ നിന്ന് അടിച്ചു പൊളിക്കാം. മൈസൂർ കാണിച്ചു ഗൈസ്. അതുവരെ ബൈ ബൈ ഗൈസ്. ഞങ്ങളുടെ ഏറെ നേരത്തെ പ്രയാണത്തിന് ശേഷം ഞങ്ങൾ മൈസൂർ സൂവിൻ്റെ മുമ്പിലെത്തി. അപ്പം ഞങ്ങളുടെ കൊല്ലിയുടെ കമ്പനിക്കാരനാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വിളിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ എത്തും. കാത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പം അവിടെ എത്തിയത് വണ്ടിന് മുന്നിലെത്തി. ഇവന്റെ ഫ്രണ്ട് അങ്ങനെ എത്തി. ഫ്രണ്ടിനെ കാണിച്ചു തരാം. മോനെ ഇതാടാ നിന്റെ കമ്പനിക്കാരനേതാ വണ്ടിയിലിരിക്കുന്നത്. മോനെ വാടാ. അങ്ങനെ ഞങ്ങൾ പിന്നെ മൈസൂർ തന്നെയാണുള്ളത്. ഞങ്ങൾ ഫസ്റ്റ് മൈസൂർ സൂവിലായിരുന്നു പോയത്. അവിടെ പിന്നെ ക്യാമറ അലോട്ട് അല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് മൈസൂർ അക്വാ വേൾഡ് അണ്ടർ വാട്ടർ സൂവിൻ്റെ മുന്നിലാണ്. ഇതാണ് സ്ഥലം. ഇതിനുള്ളിലെ കാഴ്ചകൾ ക്യാമറ അലോഡ് ആണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ബൈ, ഉള്ളിൽ കയറിയിട്ട് കാണാം. ഗൈസ് ഈ കാണുന്നതാണ് എൻട്രൻസ്. ഇതിൻ്റെ ഉള്ളിലോട്ടാണ് പോകേണ്ടത്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടർ തിരിഞ്ഞു. കാരണം ഞങ്ങൾ അത് കാണാൻ വേണ്ടി അതിൻ്റെ അകത്ത് നിന്ന് ഏതൊക്കെയോ സെക്യൂരിറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കയറി കൊടുത്ത് നമ്മൾ മലയാളികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാം. ഒരാൾക്ക് ആദ്യം 300 പറഞ്ഞത് കയറുന്ന എൻട്രൻസ് ഫീസ്. ഇപ്പം പറഞ്ഞ് ലാസ്റ്റ് കയറി കഴിഞ്ഞാൽ പറയാ ഞങ്ങൾ 4 പറയുമ്പോൾ ഒരാൾക്ക് 600 വെച്ച്. മലയാളിയെന്ന് പറഞ്ഞാൽ കർണാടകക്കാർ പറയുന്ന ഡയലോഗാണ് ഗൈസ് കാണുന്നത്. കൊമള വീർപ്പിക്കുന്ന സാധനം വാങ്ങി അതിൻ്റെ ബാറ്ററി റെഡിയല്ല, അതിന് ചാർജ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ വിൽക്കുന്ന ചെങ്ങായിനെ തെറി വിളിച്ച് വരുന്ന 2 ആളെയാണ് നിങ്ങൾ കാണുന്നത്. അന്ന് അൺബോക്സ് ചെയ്യുന്നു. ബാറ്ററി ഇട്ട് കാണിച്ചതാ വർക്ക് ചെയ്തത്. അൺബോക്സ് ചെയ്തിട്ടാ ഇതിന്റെ ഓപ്പറേഷൻ ഇങ്ങനെയാണ്. കവർ തുറക്കുക, ഇതിലേക്കൊരു 3 ബാറ്ററി ഇടുക, എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ അടച്ചിട്ട് സാധനം ഒരു വെള്ളത്തിൽ നോക്കിയിട്ട് ഇവിടെ സ്വിച്ച് ഉണ്ട് ഗൈസ്. ഇതിങ്ങനെ നിൽക്കലിങ്ങനെ പോകുന്നതാണോ അറിഞ്ഞത്. അവരിപ്പോൾ കാണിച്ചു തന്നപ്പോൾ ഓക്കെയാണ്. ഇനി എന്താണെന്ന് കൊണ്ടറിയാം. നീ ബാറ്ററി വാങ്ങിയില്ല? ബാറ്ററി വാങ്ങാൻ അവിടെ കടയുണ്ടായിരുന്നില്ല. കുറച്ച് അങ്ങോട്ട് നടക്കണം എന്ന് പറഞ്ഞു. എൻ്റെ പട്ടി നടക്കും വണ്ടി വെച്ചിട്ട്. ഞങ്ങളിപ്പോൾ നെക്സ്റ്റ് സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇത് മൈസൂർ ഓൾഡ് റെയിൽവേ സ്റ്റേഷനാണ്. അകത്തെ കാഴ്ചകൾ നമുക്ക് ചെന്നിട്ട് കാണാം. ഗേസ് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ നിൽക്കുവാണ്. ഇവിടെ എത്ര ആകുമെന്ന് കണ്ടും കൊണ്ടും അറിയാം. അല്ല ഓൺലൈൻ പേയ്മെൻറ്റില്ല. ഗേസ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇവിടെ ഗൂഗിൾ പേയും ഫോൺ പേ അങ്ങനെയൊന്നുമില്ല. ഓൺലി ക്യാഷ് മാത്രമേ ഉള്ളൂ. അപ്പം കയ്യിൽ പൈസയും വെച്ചിട്ട് വരിക.
HP Loco can work at maximum speed of 75 km. It has a superheated boiler and ഐസ് ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ കിട്ടി. പഞ്ചാണെന്ന് പറഞ്ഞ് വിളിച്ചാ 10 മിനിറ്റ് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. വന്ന് നോക്കിയപ്പോ അല്ലേ ഇത് എവിടെ വെച്ചൊട്ടിക്കാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എവിടെയാ പഞ്ചർ? അതാ ഞാൻ നോക്കുന്നത്. മൊത്തത്തിൽ പഞ്ചർ. ആകെ ഞാൻ 2 വയർ ഇവിടെ ലൂസായി കിടപ്പുണ്ട്. അത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കത്തുമെന്ന് അറിയാൻ പാടില്ല. ഞാനൊന്ന് കൂട്ടി കൊടുത്തു നോക്കാം. അന്നെന്തോന്ന് എന്നെ കൊണ്ട് പറ്റിക്കുന്നു. ഞാൻ കൊറേ ഓട്ടോ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഞാൻ കുത്തിയ മൂലവരത്തെ കറണ്ട് വരെ പോകുന്ന പറഞ്ഞ അതുകൊണ്ട് വേണ്ട. പിന്നെ ഇപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഇതിന്റെ 2 ഷോക്ക് മൗണ്ട്, ഡോറ ബോൾ ജോയിന്റ്, സ്റ്റിയറിംഗ് ബോക്സ്, ഇങ്ങനെ ചെറിയ ചെറിയ അടിയും പിടിയൊക്കെ ഓട്ടത്തിൽ മാത്രമേ ഉള്ളൂ. ാണ് പറയുന്നത് കൽക്കരയിട്ട് ഓടുന്ന ട്രെയിനിന് നീ കേട്ടിട്ടുണ്ട്. എഞ്ചിനില്ല നീ എഞ്ചിൻ എവിടെ ചോദിച്ചു കാണുന്നില്ലല്ലോ. എടാ ഇതിന്റെ അകത്ത് കരിയിടല്ലേ കരിയിടുന്നത്. ഇപ്പൊ 500 ഫൈൻ ചോദിച്ചിട്ടുണ്ട് അവിടെ. ഇവിടെ കാണുന്ന എല്ലാ വണ്ടികളിലും ഉമ്മാര് പാഞ്ഞു കയറുന്നുണ്ട്. അടിക്കൊള്ളുവോ ഉമ്മാർ ഇറങ്ങി വരുമോ എന്ന് കണ്ടും കൊണ്ടും അറിയേണ്ടി വരും. സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്. ഇത് ഓടിക്കാൻ പഠിക്കണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ രാത്രി ചേട്ടക്കരിയിൽ തീയിടാം. ആരും കേസ് കൊടുക്കാൻ നിൽക്കരുത്. അയ്യോ നല്ല പ്യൂർ കരി. കൽക്കരിയാണത്. എന്ത് കരിയാണെന്ന് എനിക്ക് ഞാൻ ഐഡിയ പറഞ്ഞു സൂര്യോ നിന്റെ പന്ത് തീയിടാം. തീയിട്ടിട്ട് ഇത് കരിയായിട്ട് വെക്കും. ബിസിനസ് മൈൻഡ് കേസ് എവിടെ കയറിയാലും ബിസിനസ് മൈൻഡ്. ആര് കത്തിച്ചാലും ഞാൻ നിന്റെ പേരിലാണ് ആദ്യം കൂടെ കംപ്ലൈന്റ് കൊടുക്കുന്നത്. ഇതാണ് ഒരു ആഴ്ച കൊടുക്കാൻ പറയുന്നത്. ബിസിനസ് കളിയിലെ ഇത് ഗിയർ ആയിരിക്കുമല്ലോടാ. ഇതാ ഇത് ഗിയർ. ഇതിങ്ങനെ ഓടിച്ചിട്ടാണോ ഇങ്ങനെ ഇതിങ്ങനെ. ഇത് ഫസ്റ്റ് ഗിയർ, ഇത് സെക്കൻഡ് ഗിയർ, ഇവിടെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ തേർഡ് ഗിയർ. ഗൈസ് ഇനി ഫോട്ടോ എടുക്കൽ അവരാതാണ് കാണുന്നത്. കുറ്റാടി, നാദാപുരം, കല്ലാച്ചി, വടകര, കൊയിലാണ്ടി, പതിക്കട, ചെമ്മരോടം, മുള്ളമെന്ന് പോവാ. ഇവിടെ ഒരുപാട് സംഗതികളുണ്ട് കാണാനൊക്കെ. അടുത്ത് ഹോട്ടലാണിത്. റെയിൻ്റെ ഇതുപോലെ സെറ്റാക്കി നൈസ് കാണാൻ. ട്രെയിനിൻ്റെ സെറ്റപ്പിൽ ഫുള്ള് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടൊരു ഹോട്ടലാണല്ലേ. നമ്മളങ്ങനെ മൈസൂരിൽ ട്രെയിനിൽ കയറിയിട്ട് അങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷൻ എത്തി. നമ്മളെ കാറ് ഞാനും വന്നെടുക്കണം. നമുക്ക് നമ്മുടെ വേറെ കാർ ഓടണം. കാർ എടുത്ത് പോകും. എടാ ജീപ്പ് സവാരി ഉണ്ടോ? ഇവിടെ ജീപ്പ് കാണുന്നുണ്ട്. ഈ ജീപ്പ് സവാരി ഉണ്ടോന്നറിയില്ല, ചെന്ന് അറിയാം. പേപ്പളം എന്നാ ഡിപ്രഷൻ്റെ ഇപ്പം തല വെച്ചോ.
ഞാൻ തലവെക്ക് നീങ്ങല്ല. ഞാൻ മറ്റേ ഇത് വെക്കുള്ളൂ. ഏതാടാ മറ്റേ കന്യാകുമാരി എക്സ്പ്രസ് അതല്ലടാ, നമ്മുടെ പുതിയ മറ്റേ വന്ദേ ഭാരത്. ഗൈസ് ഇത് 4x4 ആണോ 2 വീലാണോ എന്നുള്ളതാണ് ഇവരുടെ ഡൗട്ട്. ഇത് 2 വീലല്ലേ? 4 വീലടാ. അപ്പോൾ 4 വീലാ. നോക്കി 2 വീലാണോ 4 വീലാണോ? മാൻ പവറാണ്. എങ്ങനെ പോകുന്ന അറിയാൻ പാടില്ല. പഴയ 4 സ്ക്രൂവിന്റെ മുകളിൽ വെക്കുന്നതാണ്. എപ്പം മണി ഇടിഞ്ഞു വന്നാ എവിടെ പാളം തെറ്റാന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ മിക്കവാറും ചുരുക്കിയെടുക്കേണ്ടി വരും. കന്യാകുമാരി എക്സ്പ്രസ് വരുന്നു, മാറിയെന്നോടെ. തിരിച്ചറിയാലോ. പോവാം ഗെയ്സ്. അങ്ങനെ 2 വർഷത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലെത്തി. വീഡിയോൻ്റെ വൈൻഡപ്പ് എടുക്കാനായിട്ടില്ല, അതാണ് ഇപ്പോൾ ഒരു വൈൻഡപ്പ് ആയിട്ട് എടുത്താണ് വീഡിയോയ്ക്ക് ഓവർ ലെങ്ത് ഉള്ളതുകൊണ്ട് ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ട് ബാക്കി പാർട്ടായിട്ട് ഇടണമെന്നാണ് വിചാരിക്കുന്നത്.